നിയമ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. മഹാത്മാഗാന്ധിയുടെ കൊലപാതക കേസ് ഉൾപ്പെടെ, ഇന്ദിരാഗാന്ധിയുടെ കൊലക്കേസ് ഉൾപ്പെടെ പല കേസുകളിലും ഗൂഢാലോചന സിദ്ധാന്തവും ഗൂഢാലോചന ആരോപണവും ഗൂഢാലോചന എന്ന കുറ്റകൃത്യവും ഒക്കെ പലപ്പോഴും ആരോപിക്കപ്പെട്ടു എങ്കിലും ഇങ്ങനെയുള്ള കേസുകളിൽ ആൾക്കാരെ ശിക്ഷിക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. മാഡത്തിനെ പറ്റിയുള്ള ആരോപണങ്ങൾ അതിനെപ്പറ്റി അന്വേഷണം നടന്നിട്ടില്ല. ഈ 8-ാം പ്രതി 1-ാം പ്രതിക്ക് പണം കൊടുത്തെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ 4 വർഷത്തെ ഡിലേ വന്നിട്ടുണ്ട്. 1-ാം പ്രതി യഥാർത്ഥത്തിൽ കസ്റ്റഡിയിലാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂട്ട് സാധിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് 8-ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം ഗൂഢാലോചന നടത്തി 1-ാം പ്രതിയും മറ്റുള്ളവരും ചേർന്നാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നാണ് കോടതിയിൽ കണ്ടത്. നമസ്കാരം, ലൈഫ് ഫോക്കസ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പാർട്ട് 1 ആയിട്ട് നാം ചർച്ച ചെയ്തത് ആക്ട്രസ് അട്രോസിറ്റി അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസിന്റെ 1-ാം ഭാഗമാണ്. 1-ാം ഭാഗത്തിൽ കേസിന്റെ പ്രാഥമികമായ ചില നിരീക്ഷണങ്ങളും ഇൻട്രഡക്ടറിയായ ചില കാര്യങ്ങളുമാണ് ഞാൻ സംസാരിച്ചത്. ഇന്ന് ആ കേസിന്റെ 2-ാം ഭാഗത്തില് കൂടുതൽ വ്യക്തമായി ചില കാര്യങ്ങളെ കുറിച്ച് പരിഗണിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് കേസിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന അതെന്തായിരുന്നു, അത് എത്രത്തോളം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് നാം ഇന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 120B ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ കോൺസ്പിറസി. ഈ ഗൂഢാലോചനയും മറ്റ് കുറ്റകൃത്യങ്ങളും നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യം ഒന്നിലധികമോ പ്രതികൾ നേരിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഗൂഢാലോചന ചെയ്യുന്ന വ്യക്തി എല്ലായ്പ്പോഴും കേസിന് മുന്നിൽ യഥാർത്ഥ കുറ്റകൃത്യം ചെയ്യുന്ന ആളായിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഈ ഒരു ആലോചനയിൽ മാത്രമേ ഈ വ്യക്തി വരുന്നുള്ളൂ. ഈ ഗൂഢാലോചന ചെയ്യുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഗൂഢാലോചന ചെയ്യുന്ന വ്യക്തിക്ക് യഥാർത്ഥ കുറ്റകൃത്യത്തിൽ പങ്കാളി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനും യഥാർത്ഥ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് തുല്യമായ ശിക്ഷ കൊടുക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ്. എന്നാൽ നിയമ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. മഹാത്മാഗാന്ധിയുടെ കൊലപാതക കേസ് ഉൾപ്പെടെ, ഇന്ദിരാഗാന്ധിയുടെ കൊലക്കേസ് ഉൾപ്പെടെ പല കേസുകളിലും ഗൂഢാലോചന സിദ്ധാന്തവും ഗൂഢാലോചന ആരോപണവും ഗൂഢാലോചന എന്ന കുറ്റകൃത്യവും ഒക്കെ പലപ്പോഴും ആരോപിക്കപ്പെട്ടു എങ്കിലും ഇങ്ങനെയുള്ള കേസുകളിൽ ആൾക്കാരെ ശിക്ഷിക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഗൂഢാലോചന തെളിയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിയമം അനുസരിച്ച് സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്കാണ് നൽകേണ്ടത്. ഇൻ പാരി ഡെലിക്റ്റ് പോസ്റ്റർ കണ്ടീഷൻ ഡിഫൻഡന്റൈസിസ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സംശയാതീതമായി ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ഏത് കുറ്റകൃത്യവും തെളിയിക്കപ്പെട്ടാൽ മാത്രമേ കോടതി അവരെ ശിക്ഷിക്കുകയുള്ളൂ. സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്കാണ്. ഇവിടെ ഗൂഢാലോചന എന്ന് പറയുന്നത് നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി 8-ാം പ്രതിയും മറ്റു പ്രതികളും ഗൂഢാലോചന നടത്തി 8-ാം പ്രതി നടന്റെ ആവശ്യപ്രകാരം അതിജീവിതയെ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ കേസ്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത കോടതിയുടെ മുമ്പിൽ ഉണ്ടായത്. ഗൂഢാലോചന നടത്തിയെന്ന പ്രോസിക്യൂഷൻ കേസുണ്ട്. അതിന് തെളിവായിട്ട് കോടതി പരിഗണിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിലെ 1-ാം പ്രതി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇരയായ നടിയോട് പറഞ്ഞു, ഒരു മാഡത്തിനെ പറ്റി പറഞ്ഞു എന്നാണ് പ്രോസിക്യൂഷന് തന്നെ കേസ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസിക്യൂഷൻ ആരോപണം ശരിയാണെങ്കിൽ ഈ മാഡം ആരാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അന്വേഷണം ഉദ്ദേശിക്കുന്ന ടീം അന്വേഷിച്ച് കണ്ടെത്തണ്ടേ.
കാരണം കോടതി ഇതൊന്നും കണ്ടെത്തുന്ന എന്നുള്ളതല്ല, മറിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ആ ടീമും അവര് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ കാര്യങ്ങൾ അവർ തെളിവായിട്ട് ഹാജരാക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുക എന്നുള്ളതാണ് കോടതിയുടെ പ്രധാനമായിട്ടുള്ള ജോലി. കോടതി തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയവരാണ് ഈ ഒരു കാര്യത്തെ പറ്റി വ്യക്തമായ അന്വേഷണം നടത്തി സംശയാതീതമായ തെളിവുകൾ സംഘടിപ്പിച്ച് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരേണ്ടത്. എന്നാൽ കോടതിയുടെ ഫൈൻഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെ മാഡം എന്ന് പറഞ്ഞു എന്ന് പറയുന്നതല്ലാതെ ഇതാരാണ് എന്ന് വ്യക്തമായ അന്വേഷണം കണ്ട് ഒരു കോടതിക്ക് തൃപ്തികരമായ ഒരു തെളിവ് ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കോടതി എങ്ങനെയാണ് ഒരു കാര്യം പരിഗണിക്കുന്നത്? ഒരു സാധാരണ ബുദ്ധിയും വിവേകവും ഉള്ള വ്യക്തിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അയാൾക്കിത് നടന്നിട്ടുണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുമ്പോഴാണ് കോടതിയിൽ തെളിയിക്കപ്പെട്ടു എന്ന് പറയുന്നത്. എനിത്തിങ് ക്യാൻ ബി പെർസീവ്ഡ് ബൈ സെൻസസ് ഇസ് എ ഫാക്ട് എന്നാണ്. അല്ലെങ്കിൽ ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മൾക്ക് സെൻസസ് കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ കോടതിക്ക് ഇത് യഥാർത്ഥത്തിൽ നടന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. അപ്പം ഈ മാഡം എന്ന് പറഞ്ഞു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നതല്ലാതെ അതാരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു തെളിവ് കോടതിയിൽ കൊണ്ടുവരാത്തടത്തോളം കാലം ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ ഫൈൻഡിങ്. ഈ കാര്യത്തെ പറ്റി ആർക്കെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് അപ്പീൽ കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ളതേ ഉള്ളൂ. ഈ കോടതി വിധി ആത്യന്തികമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു വിചാരണ കോടതി അത് അവകാശപ്പെടുന്നില്ല. ഈ വിധി തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ളവർക്ക് അപ്പീൽ കോടതിയെ സമീപിക്കാം. നമ്മൾ പൊതുവെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, കോടതി അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയല്ല. കാരണം കോടതിയെ വിമർശിക്കുന്നവര് അതിന്റെ നിയമപരമായ മാർഗത്തിലൂടെ വേണം ചെയ്യാനായിട്ട്. അപ്പം ഒരു വിധി തെറ്റാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അപ്പീൽ കൊടുക്കുക. എത്ര കേസുകൾ അപ്പീൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പം അപ്പീൽ നമുക്ക് കൊടുക്കുന്നതിന്റെ അർത്ഥമൊന്നുമില്ല, മേൽക്കോടതി ആ കാര്യം പരിഗണിക്കും. ഇനി വേറൊരു കാര്യം, ഈ 8ാം പ്രതി നടൻ കുറച്ച് പണം 1ാം പ്രതിക്ക് കൊടുത്തു എന്ന് പറയുന്നു. ഈ പണം കൊടുത്തു എന്ന് പറയുന്നത് ആരോപിക്കുന്നു എന്നുള്ളതല്ലാതെ അതും സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തൽ. കാരണം ഗൂഢാലോചന നടത്തി 8ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം 1ാം പ്രതിയും മറ്റുള്ളവരും ചേർന്ന് ചെയ്തു എന്ന് പറയണമെങ്കിൽ 1ാം പ്രതിക്ക് മതിയായ പ്രതിഫലം കൊടുക്കണം. അങ്ങനെ ആരോപിക്കുന്ന പ്രതിഫലം കൊടുത്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയ മറ്റൊരു കാര്യം. ഇതിനകത്തൊരു രസകരമായ ഒരു കാര്യമുണ്ട്. 1ാം പ്രതിയുടെ പേരെഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഗുണ്ട എന്ന് എഴുതിയിട്ട് ഒരു വൗച്ചർ കൊടുത്തതായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു തെളിവല്ലേ എന്നും സാധാരണ അതിൽ നമുക്ക് ചിന്തിക്കാം. അപ്പം ഗുണ്ട എന്ന് പറയുന്നു, ആളുടെ പേര് പറയുന്നു, പൈസ കൊടുത്തായിട്ട് വൗച്ചർ ഹാജരാക്കും, പൈസ കൊടുത്തിട്ടില്ല എന്ന് സാധാരണ ഇതിൽ സാധാരണക്കാർക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാം. അതാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷൻ അങ്ങനെ ആരോപിച്ചെങ്കിൽ പോലും കോടതി അതിനെ അംഗീകരിച്ചില്ല. പ്രത്യേകിച്ചും കോടതിയിലെ ഡിഫൻസിന്റെ വേർഷനോടെ കോടതി പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗുണ്ട എന്ന് പറഞ്ഞ വൗച്ചർ കൊടുത്തതിന്റെ ആ വൗച്ചർ നമ്പറിന്റെ തൊട്ട് പുറകിലുള്ള വൗച്ചറുകളും അതിനുശേഷമുള്ള വൗച്ചറുകളും കോടതി പരിഗണിച്ച സന്ദർഭത്തിൽ അല്ലെങ്കിൽ പ്രതിഭാഗം അത് ചൂണ്ടിക്കാണ്ടിയ അവസരത്തിൽ അവിടെയും ഗുണ്ട അല്ലെങ്കിൽ മറ്റ് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒരു ഗുണ്ടയ്ക്ക് മാത്രമല്ല വേറെ പല ഗുണ്ടകൾക്കും കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് വന്നപ്പോഴത്തേക്ക് പ്രതിഭാഗം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു ഷൂട്ടിങ്ങിനിടയ്ക്ക് ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുമ്പോൾ പ്രതിഭാഗത്തിന്റെ വേർഷൻ എന്ന് പറയുന്നത് അത് ഷൂട്ടിംഗ് തന്നെയായിരുന്നു. അപ്പൊ ഷൂട്ടിംഗ് നടക്കുമ്പം ഒരു സിനിമയിൽ പല കഥാപാത്രങ്ങൾ കാണും. അതിൽ നായകനുണ്ട്, വില്ലനുണ്ട്, ഗുണ്ടയായിട്ട് അഭിനയിക്കുന്നവരുണ്ട്, പലവിധമായ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർ കാണും. അപ്പൊ ആ ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്ന ക്യാരക്ടർ ചെയ്ത ആൾക്കുള്ള പ്രതിഫലമാണെന്ന് കാണിക്കാൻ വേണ്ടി വൗച്ചറിനകത്ത് ഗുണ്ട എന്ന് ചേർന്നുള്ളൂ. അത് യഥാർത്ഥ നമ്മൾ സാധാരണ കണ്ട വാടക ഗുണ്ടയൊന്നുമല്ല, ആ സിനിമയിലെ ആ ക്യാരക്ടർ ചെയ്ത ആൾക്കുള്ള പ്രതിഫലം എന്നാണ് പ്രതിഭാഗത്തിന്റെ വേർഷൻ. ഇതാണ് കോടതി അംഗീകരിച്ചത്. കാരണം ഒരു സിനിമാ ലൊക്കേഷനിലെ സാമാന്യ ബുദ്ധിമുള്ള ആർക്കും മനസ്സിലാക്കാം, ലൊക്കേഷൻ ഷൂട്ടിംഗ് ആണ് നടക്കുന്നത്, അവിടെ ഒരു കഥ കാണും, ആ തിരക്കഥ കാണും, അതിൽ ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യുന്ന നടീനടന്മാർ കാണും, അവിടെ സംവിധായകൻ നിർദ്ദേശം കൊടുക്കും, തിരക്കഥാകൃത്ത് അവിടെ ഉണ്ടാകും. അങ്ങനെ ഓരോരുത്തർക്കും സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്നൊരു സംവിധാനമുണ്ട്. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലും ഓരോ സെറ്റില് പ്രൊഡക്ഷൻ നടത്തുന്ന ഓരോരുത്തരുടെയും പേയ്മെന്റ് കൊടുക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്. ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യഥാർത്ഥ പ്രൊഡ്യൂസർ അല്ല.
യഥാർത്ഥ പ്രൊഡ്യൂസർക്ക് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് കണക്ക് കൊടുക്കണം. അങ്ങനെ കണക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നയാൾക്ക് ഞാൻ പണം കൊടുത്തു എന്ന് തെളിയിക്കണമെങ്കിൽ അയാളിൽ നിന്ന് വൗച്ചർ ഒപ്പിട്ട് മേടിച്ച് ആ വൗച്ചർ കൊണ്ട് പ്രൊഡ്യൂസർ കൊടുത്താൽ മാത്രമേ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പണം കൊടുത്തതെന്ന് പ്രൊഡ്യൂസർ അംഗീകരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഓരോ നടന്മാർക്കും ഓരോ ടെക്നീഷ്യനും സംവിധായകനും ഉൾപ്പെടെ പണം കൊടുക്കുമ്പോൾ അവിടെ ടാക്സിക്കാരനും പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്, അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പലവിധങ്ങളായ പേയ്മെന്റ് കൊടുക്കുന്നവർക്കെല്ലാം തന്നെ ആ പേയ്മെന്റ് അവർ കൈപ്പറ്റി എന്നുള്ളതിന് വൗച്ചർ ഒപ്പിട്ട് വാങ്ങിക്കും. അങ്ങനെ കൊടുത്ത വൗച്ചറാണ് എന്ന് അത് ഒരു ക്യാരക്ടർ ചെയ്ത ആൾക്കുള്ള പ്രതിഫലമാണ് എന്ന് പ്രതിഭാഗം ബാധിച്ചപ്പോൾ കോടതി അതാണ് കൂടുതൽ റീസണബിൾ എന്നാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ആ വൗച്ചർ പണം കൊടുത്തുള്ള ആ ഒരു തെളിവ് അത് സംശയാതീതമായി പേയ്മെന്റിനുള്ള തെളിവായിട്ട് കോടതി അത് കണ്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 8-ാം പ്രതി നടനും 1-ാം പ്രതിയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള അവർ തമ്മിൽ ബന്ധമുണ്ട് ഗൂഢാലോചന നടത്തി 2013 അവർ ഗൂഢാലോചന നടത്തി. എന്നിട്ട് അത് 2017 അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് നടിയെ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കേസ്. കോടതിയിലെ ഒരു കാര്യം പറയുമ്പോൾ സാമാന്യ ബുദ്ധി എന്നൊരു കാര്യമാണ്. സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മാത്രമേ അത് കോടതിയിൽ തെളിയിക്കപ്പെടാൻ സാധിക്കത്തുള്ളൂ. ഒരാൾക്ക് ഒരാളെ കൊട്ടേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തണം, അതൊരാളുടെ പ്രതികാരം തീർക്കാനാവാം. ആ ഗൂഢാലോചന നടത്തുന്നതിന് 2013 മുതൽ 2017 വരെ 4 വർഷം വെയിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ കോടതി സംശയം ഉണ്ടാകും. കാരണം 4 വർഷം വെയിറ്റ് ചെയ്യുന്ന ഒരാൾ പ്രതികാരം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ അതിൽ കോടതിക്ക് അത് വിശ്വസിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനൊരു കാരണം പറഞ്ഞത് പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യം, 2013 ഗൂഢാലോചന നടന്നു, 2017 വരെ 1-ാം പ്രതി പലവിധ കാരണങ്ങളാൽ പല കേസിൽപ്പെട്ട് അദ്ദേഹം കസ്റ്റഡിയിലായിരുന്നു, പല കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ആളാണ്. അതുകൊണ്ടാണ് ഡിലേ വന്നത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ഒരു വിശദീകരണം. അപ്പൊ ഇതും കോടതി വിശദമായിട്ട് പരിഗണിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ 2013 മുതൽ 2017 വരെ ഈ 1-ാം പ്രതി കംപ്ലീറ്റ് കസ്റ്റഡിയിലായിരിക്കണം. എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹം ചില സിനിമ സെറ്റിലുണ്ടായിട്ടുണ്ട്, പല സ്ഥലത്തും അദ്ദേഹം പോയിട്ടുണ്ട്. ഇതൊക്കെ പ്രോസിക്യൂഷൻ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പല സെറ്റുകളിലും പോയി പലയിടത്തും പല നടന്മാരുടെ ഡ്രൈവറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 8-ാം പ്രതിയുടെ മാത്രമല്ല മറ്റു നടന്മാരുടെയും ഒക്കെ ഡ്രൈവറായിട്ട് അദ്ദേഹം പോയിട്ടുണ്ട്. അദ്ദേഹം പല സിനിമ സെറ്റിലും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഒളിവിലായിരുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതും കോടതിക്ക് അത് വിശ്വാസയോഗ്യമായി തീർന്നില്ല. അപ്പം ഗൂഢാലോചന നടന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി 4 വർഷത്തെ ഡിലേ ഉണ്ടായി. ആ ഡിലേക്കുള്ള കാരണം എന്ന് പറഞ്ഞ് 1-ാം പ്രതി കേസിന്റെ കസ്റ്റഡിയിലായിരുന്നു, ഒളിവിലായിരുന്നു എന്ന് പറഞ്ഞത് കോടതി അംഗീകരിച്ചിട്ടില്ല. അപ്പം പ്രോസിക്യൂഷൻ ഒരു കേസ് ആരോപിക്കുമ്പോൾ പോലും ചില തെളിവുകൾ അവർ വിളിക്കുന്നു, ഹാജരാക്കിയാൽ പോലും കോടതിക്ക് അത് വിശ്വാസയോഗ്യമായി വന്നെങ്കിൽ മാത്രമേ അവിടെ ഗൂഢാലോചന സിദ്ധാന്തം തെളിയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം മാഡത്തിനെ പറ്റിയുള്ള ആരോപണങ്ങൾ അതിനെപ്പറ്റി അന്വേഷണം നടന്നിട്ടില്ല. ഈ 8-ാം പ്രതി 1-ാം പ്രതിക്ക് പണം കൊടുത്തെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ 4 വർഷത്തെ ഡിലേ വന്നിട്ടുണ്ട്. 1-ാം പ്രതി യഥാർത്ഥത്തിൽ കസ്റ്റഡിയിലാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് 8-ാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം ഗൂഢാലോചന നടത്തി 1-ാം പ്രതിയും മറ്റുള്ളവരും ചേർന്നാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല എന്നാണ് കോടതിയിൽ കണ്ടത്. അങ്ങനെയാണ് കോടതി 8-ാം പ്രതിയെ വെറുതെ വിടുന്നത്. അപ്പോൾ ഇതാണ് കോടതി പരിഗണിച്ച വിഷയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കോടതി വിധി അനുസരിച്ച് അതങ്ങനെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓൾ ഒഫീഷ്യൽ ആൻഡ് ഗവൺമെന്റ് ജുഡീഷ്യൽ ആക്ട്സ് ആർ പ്രിസ്യൂംഡ് ബി പ്രോപ്പർ ആൻഡ് ജെന്യുവിൻ. അപ്പൊ നിയമം അനുസരിച്ച് ഇതെല്ലാം പ്രോപ്പർ ആണ് എന്ന് തന്നെയാണ്. എന്നിരുന്നാലും മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിന് എല്ലാവർക്കും അവകാശമുണ്ട്. 378 CRPC അനുസരിച്ച് അപ്പീൽ കൊടുക്കാം. അങ്ങനെ അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണെങ്കിൽ 419 അനുസരിച്ച് അപ്പീൽ കേസ് അപ്പീലിൽ കൊടുക്കാം. അപ്പൊ അങ്ങനെ അപ്പീൽ കൊടുത്താൽ അപ്പീൽ കോടതി പരിഗണിച്ചിട്ട് ഇതേ ഗൂഢാലോചന സിദ്ധാന്തവും ഇതിനുമായി ബന്ധപ്പെട്ട തെളിവുകളും ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചിട്ട് ഹൈക്കോടതി ഉചിതമായ തീരുമാനമെടുക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദി ജുറിഡിക്ഷൻ of the appellate court is co-extensive with that of the trial court. The appellate court shall arrive at an independent conclusion than that of the trial court.
ദി അപ്പലേറ്റ് കോർട്ട് ഷുഡ് ഇൻഡിപെൻഡന്റ്ലി അപ്രീഷിയേറ്റ് ദി എവിഡൻസ്. ഇതൊക്കെ നിയമത്തിന്റെ ചില അടിസ്ഥാന ഘടകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതിയുടെ വിധി അധികാരത്തിന് തുല്യമായ അധികാരം അപ്പീൽ കോടതിക്കുണ്ട്. കീഴ്ക്കോടതി പരിഗണിച്ചതിനേക്കാൾ വ്യത്യസ്തമായി സ്വതന്ത്രമായി തെളിവുകൾ പരിഗണിക്കണം. എന്നിട്ട് കീഴ്ക്കോടതിയുടെ വിധിയേക്കാൾ ഉപരി സ്വതന്ത്രമായ തീരുമാനം അപ്പീൽ കോടതി എടുക്കണം. ആ അപ്പീൽ കോടതി തീരുമാനം എന്താണോ അതായിരിക്കും അന്തിമ വിധി. ഇതാണ് നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കേരളവും മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും എല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിജീവിതയോ സർക്കാരോ അപ്പീൽ കൊടുക്കുന്നെങ്കിൽ ഈ വിഷയങ്ങൾ ഹൈക്കോടതി എങ്ങനെയാണ് പരിഗണിക്കുന്നത്, ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കുന്നത്, ഹൈക്കോടതി എന്തെല്ലാം വാദങ്ങളാണ് എടുക്കുന്നതെന്ന് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അപ്പീൽ കോടതിയിൽ രണ്ടാമത് തെളിവെടുപ്പില്ല. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുജനങ്ങൾക്ക് ഉണ്ടാകാം. വീണ്ടും ഈ അതിജീവിതയും എല്ലാം ഹൈക്കോടതി കൊണ്ടുപോയി വീണ്ടും വിചാരണ നടത്തി, വീണ്ടും തെളിവെടുത്ത്, വീണ്ടും പ്രോസസ് വിസ്താരം നടത്തി, വീണ്ടും രേഖകൾ ഹാജരാക്കി. അങ്ങനല്ല. അപ്പീൽ കോടതി ആയാലും ട്രയൽ കോടതി ആയാലും തെളിവ് ട്രയൽ കോടതിയിൽ മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പീൽ കോടതിക്ക് വേണമെങ്കിൽ അഡീഷണൽ തെളിവെടുക്കുന്നതിന് വേണ്ട നിർദ്ദേശം നൽകാം എന്നുള്ളത് ഒഴിച്ചാൽ സാധാരണഗതി അപ്പീൽ കോടതി തെളിവെടുപ്പില്ല. അപ്പൊ തെളിവെടുപ്പ് എപ്പോഴും വിചാരണ കോടതിയിലാണ്. അപ്പൊ ഈ എടുത്തിരിക്കുന്ന തെളിവുകളും അപ്പീൽ കോടതി പരിഗണിക്കുകയാണെങ്കിൽ, അനുവദിക്കുകയാണെങ്കിൽ മാത്രം ആ തെളിവുകളും സഹിതം പരിഗണിച്ചിട്ട് അപ്പീൽ കോടതി ഹൈക്കോടതി ഉചിതമായ ഒരു തീരുമാനം ഈ ഗൂഢാലോചന സിദ്ധാന്തത്തിൽ എടുക്കും. അത് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുമായി കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ വിഷയം, ഒരു പോയിന്റ് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. നന്ദി, നമസ്കാരം.